ഞാൻ പൂരി പരത്താനുള്ള കഠിന പരിശ്രമത്തിലാണ്. ചപ്പാത്തി പരത്തിയെടുക്കാനാണ് കുറച്ച് ടാസ്ക് ഉള്ളത്. പൂരി ആകുമ്പോൾ കുറച്ച് പരത്തിയാൽ മതിയല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് എളുപ്പം പരിപാടി നടക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് പൂരി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു ചന്ന ഭട്ടൂര ടൈപ്പ് ഒരു സംഭവം ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് പൂരി പരത്താനുള്ള ശ്രമത്തിലേക്ക് നീങ്ങിയത്. നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടലിൽ കിട്ടുന്ന ചന്ന ഭട്ടൂരി അല്ല, ഇത് എൻ്റെ ടൈപ്പ് ഒരു സംഭവമാണ്. അതിനാണ് ഞാൻ പൂരി. അപ്പോൾ ആദ്യം പൂരി എല്ലാം പരത്തി കഴിഞ്ഞ് ആ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പരിപാടി സെറ്റ് ചെയ്യാം. അപ്പോൾ ചന്ന കറി എന്ന് വേണമെങ്കിൽ പറയാം, അത് മസാലയല്ല. അപ്പോൾ ഒരു ടൈപ്പ് എൻ്റെ സ്റ്റൈലാണ് ഞാൻ പരീക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കടല ഞാൻ ഓൾറെഡി ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ വേവിക്കാൻ വെക്കുകയാണ്. അതിൽ വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതിട്ടിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതവിടുന്ന് വേവട്ടെ. അതിനിടയിൽ നമുക്ക് പൂരി ചുട്ടെടുക്കാനുള്ള ടാസ്ക്കാണ്. അപ്പോൾ പൂരി ചുട്ടെടുക്കുമ്പോൾ മറ്റ് പരിപാടികളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പൂരി കരിഞ്ഞു പോകും. അതുകൊണ്ട് പൂരി പെട്ടെന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും പൂരി ഇഷ്ടമാണല്ലോ. പൂരിക്ക് നമ്മൾ പൊതുവേ മുട്ടക്കറി, അതുപോലെ തന്നെ കടല, നമ്മളുടെ വറുത്തരച്ചത്, ചിക്കൻ കറി, അതൊക്കെയാണ് നമ്മൾ കോമ്പിനേഷനായിട്ട് എടുക്കാറ്. ചന്ന ഭട്ടൂര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പരീക്ഷിക്കാറില്ല, ചന്നക്കറി. അപ്പം ഞാൻ ഈ കടല നല്ല അടിപൊളി കടലയാണ്. ഇത് കുട്ടികൾക്കും നല്ല ഹെൽത്തി സാധനമാണ്. അതുകൊണ്ട് ഞാനത് ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. അത് വെച്ചിട്ട് മസാലയൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു എന്താ പറയണ്ട, അധികം എരിവൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണ്. അങ്ങനെയായിട്ടാണ് ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ തേങ്ങ അരക്കുമ്പോൾ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ തേങ്ങ ഒന്നും പൊടിയൊന്നും ഇടാതെ ജീരകവും ചേർത്ത് അരച്ചത് ഞാൻ അതിലേക്ക് ഒഴിച്ചു. ഇനി അതൊന്ന് കുറുകി വരണം. അപ്പോൾ തേങ്ങാപ്പാലിലാണ് പരിപാടി കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് കുറുകി വരട്ടെ. അതിനിടയിൽ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്. അധികം ഒന്നും ആയിപ്പോകാൻ പാടില്ല, അധികം എരിവ് പാടില്ല. ഇപ്പം ചന്ന ഭട്ടൂര കറിക്ക് നമുക്ക് അധികം എരിവുണ്ടാവില്ലല്ലോ, അപ്പോൾ അധികം എരിവുണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് കുറുകി വരട്ടെ. എന്നിട്ട് നമുക്ക് കടുക് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചന്നക്കറി ഇവിടെ സെറ്റാവും. അപ്പം ഞാനിനി നമ്മൾ കറി കുറുകി വന്നിട്ടുണ്ട്. ഇനി കടുക് താളിച്ച് ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കടുകും വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് അതിലേക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ പല പരീക്ഷണങ്ങളും അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ചന്നക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കുറുകി വന്നത് കണ്ടോ. ഇത് പൂരിക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറയുന്നത്. എളുപ്പം പരിപാടി നടക്കും. അപ്പോൾ എൻ്റെ പൂരി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാനിത് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ.